പ്രതിഭയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, സമൂഹ ശാസ്ത്രം അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം എന്ന വിഷയമാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ വിശദീകരണം എന്ന നിലയിലാണ് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ആരംഭിക്കുന്നത്. ഈ വിഷയം പരീക്ഷയ്ക്ക് 2.5 മണിക്കൂർ ഉള്ളതാണ്. 80 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്നും പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് വിശദീകരണമായി പഠിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ശ്രദ്ധയും നൽകണം. നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ്, സാമൂഹ്യശാസ്ത്രം സെക്കൻഡ്, 2 പാർട്ടുകളുണ്ട്. അതിൽ 1ാമത്തെ പാർട്ട് ഹിസ്റ്ററിയാണ്, 2ാമത്തെ പാർട്ട് ജോഗ്രഫി. അതിൽ ആദ്യത്തെ പാർട്ട് ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇതിൽ സൗകര്യപ്രദമായി സോഷ്യൽ സയൻസ് ഫസ്റ്റ് 2 പാർട്ടായി തിരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ കൊണ്ടു നടക്കുന്ന സൗകര്യത്തിന് പുസ്തകം 2 പുസ്തകമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്ററിക്ക് 2 പുസ്തകമുണ്ട്, ജിയോഗ്രഫിക്ക് 2 പുസ്തകം. അപ്പൊ അതിൽ നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ 5 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായ മെഡീവൽ വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെഡീവൽ വേൾഡ് എന്ന് പറയുമ്പോൾ അതിൽ സെന്റേഴ്സ് ഓഫ് പവർ എന്ന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് പുസ്തകം. മെഡീവൽ വേൾഡിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന അധികാരികൾ, രാജവാഴ്ച, അതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം അതിൽ ആദ്യം നമ്മൾ ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പോൾ കൊച്ചു ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാനൊരു ചോദ്യം ചോദിക്കും, ആരാണ് ചരിത്രത്തിന്റെ പിതാവ്? ഹു ഈസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? നിങ്ങൾ ആൻസർ പറഞ്ഞിരിക്കും. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിന്റെ പിതാവ്. വേൾഡ് ഹിസ്റ്ററി പഠന സൗകര്യത്തിനു വേണ്ടി 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആൻഷ്യന്റ് പീരീഡ്, മെഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്, ഇങ്ങനെ. പക്ഷെ ഈ പാർട്ടിഷൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ഒരു രാജ്യം റോമൻ എംപയറിനെ അടിസ്ഥാനമാക്കിയാണ്. ബേസ്ഡ് ഓൺ റോമൻ എംപയർ, the world history can be classified into 3. They were ancient period, medieval period and modern period. ഇതിൽ ancient period പുരാതന ചരിത്രം, പ്രാചീന ചരിത്രം നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു. ഈ വർഷം medieval period, മധ്യകാല ലോകം, മധ്യകാല യുഗം, മധ്യകാല ചരിത്രം, ഇതാണ് പഠിക്കുന്നത്. നിങ്ങൾ അടുത്ത വർഷം മോഡേൺ പീരീഡിലേക്ക്. അപ്പൊ ഈ മധ്യകാല ചരിത്രത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്? ഞാൻ ഈ പറഞ്ഞ റോം എന്ന് പറയുന്ന രാജ്യത്തിനെ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോക ചരിത്രത്തിനെ തരംതിരിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ലോകത്തിന്റെ പോലീസ് എന്ന് നമ്മൾ അറിയുന്ന അമേരിക്ക, അല്ലേ? അപ്പോ അമേരിക്കയെ ഇന്ന് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാണുന്നു. അന്ന് ലോകം ശ്രദ്ധിക്കപ്പെട്ട രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു മഹാസാമ്രാജ്യമായിരുന്നു റോം. ആ റോമിന്റെ ഉത്പത്തി, അതിന്റെ വളർച്ച, അതിന്റെ തളർച്ച, അങ്ങനെ റോമാ സാമ്രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക ചരിത്രത്തിൽ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതിന്റെ ചരിത്രം ബേസ് ചെയ്തുകൊണ്ട് ലോക ചരിത്രത്തെ 3 ഭാഗങ്ങളായി തിരിച്ചത്. അവിടെയാണ് പീരിയഡൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് പീരിയഡൈസേഷൻ? The world history can be classified into 3 periods. That is ancient, medieval and modern periods. അത് മനസ്സിലാക്കി വെക്കണം.
നമ്മളതിൽ നമ്മുടെ ഭാഗമായ മെഡീവൽ പീരീഡിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് മധ്യകാല യുഗം, മധ്യകാല ലോകം, മധ്യകാല യുഗം, മധ്യകാല ചരിത്രം എന്നിങ്ങനെയൊക്കെ അത് പറയാം. ആ മധ്യകാല ചരിത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടം. Christian era, 5th century to 15th century, is called in history as medieval period. ക്രിസ്തുവർഷം CE, that is Christian era. BC എന്നും AD എന്നും നമ്മൾ പഴയകാലത്ത് പഠിച്ചു വന്നിരുന്നത്. ബിഫോർ ക്രൈസ്റ്റ്, അന്നാ ഡൊമിനി, ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ശേഷം, ക്രിസ്തുവിന് മുൻപ്, ക്രിസ്തുവിന് ശേഷം എന്നിങ്ങനെ. ക്രിസ്തു ജനിച്ചത് മുതലുള്ള കാലഘട്ടമാണ് നമ്മൾ ക്രിസ്തുവർഷം, ക്രിസ്ത്യൻ ഇയറ, CE എന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ട് മുതൽ, 5-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ക്രിസ്തുവർഷം 400 മുതൽ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിനെയാണ് 5-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. ആ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ, 15-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1500 15-ാം നൂറ്റാണ്ട് തീരും. 1400 മുതൽ 1500 വരെയുള്ള കാലഘട്ടമാണ് 15-ാം നൂറ്റാണ്ട്. ആ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമാണ് നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതാണ് മെഡീവൽ പീരീഡ് എന്ന് ഞാൻ പറഞ്ഞു, മെഡീവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പറഞ്ഞു, മെഡീവൽ വേൾഡ്. ആ മെഡീവൽ വേൾഡിൽ തന്നെയാണ് ഈ സെന്റേഴ്സ് ഓഫ് പവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കും. അധികാര കേന്ദ്രം, അധികാരങ്ങളുടെ കേന്ദ്രങ്ങൾ ഓരോ പ്രദേശത്തും ഓരോന്നായി. അപ്പൊ ഓരോ രാജ്യത്തിന്റെ ചരിത്രം അവിടെ വിശകലനം ചെയ്യുകയാണ്. അതിൽ നമ്മൾ ഫസ്റ്റില് റോമിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. റോമൻ എംപയർ. റോമൻ എംപയർ എന്ന ആ രാജ്യം ഒരു മഹത്തായ വിസ്തൃതി ഉണ്ടായിരുന്ന രാജ്യമാണ്. ഒരു വളരെ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. വിശാലമായ ആ സാമ്രാജ്യത്തെ ഭരണ സൗകര്യത്തിനു വേണ്ടി രണ്ടായി വിഭജിച്ചു. ലാർജസ്റ്റ് എംപയർ ആയ റോമൻ എംപയർ വാസ് എ ലാർജസ്റ്റ് എംപയർ. ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻടു 2 സെക്ടേഴ്സ് ബൈ ഡയോക്ലീഷ്യൻ. ഡയോക്ലീഷ്യൻ എന്ന് പറയുന്നത് ഒരു രാജാവ്. അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ആ സാമ്രാജ്യത്തിനെ രണ്ടായി വിഭജിക്കുകയാണ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ എംപയർ എന്നും വിളിച്ചത്. ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ. കിഴക്കൻ റോമാ സാമ്രാജ്യമെന്നും പശ്ചിമ റോമാ സാമ്രാജ്യമെന്നും അതിനെ വിളിച്ചു. ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ. It was divided by Diocletian was a emperor. But during the time of Diocletian, the Roman Empire was divided into 2, that is Eastern Roman Empire and Western Roman Empire. ആ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയി. പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റോമായി. അപ്പൊ ആ കിഴക്കൻ റോമാ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ എംപയർ, കോൺസ്റ്റാന്റിനോപ്പിളിനെ ക്യാപിറ്റലാക്കി വെച്ചുകൊണ്ടാണ് കുറെ കാലം രാജ്യം ഭരിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ചരിത്രം നിങ്ങൾ 7-ാം ക്ലാസ്സിലൊക്കെ കേട്ടിരിക്കും. റിനൈസൻസ് എന്ന് പറയുന്നൊരു വാക്ക്. ലോക ചരിത്രത്തിൽ റിനൈസൻസ് എന്ന് പറയുന്ന നവോത്ഥാനം അതൊക്കെ ഉണ്ടായത് ഇറ്റലിയിലാണ്. ആ ഇറ്റലിയുടെ ഒരു ഭാഗമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇറ്റലിയിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. മെഡിറ്ററേനിയൻ കടലിനും കരിങ്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ബോസ്പോറസ് എന്ന് പറയുന്ന ഒരു കടലിടുക്ക്. ആ കടലിടുക്കിൽ സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യം, ഒരു പ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ജനങ്ങൾ ഏറ്റവും തിങ്ങിപ്പാർത്തിരുന്ന ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടായി. ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന് താമസിക്കാൻ.
അങ്ങനെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും കെട്ടിട നിർമ്മാണക്കാരും ശില്പികളും അങ്ങനെ നിരവധി രംഗത്ത് വൈദഗ്ധ്യമുള്ളവരെല്ലാം തിങ്ങിപ്പാർത്ത ആ പ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന്റെ വളർച്ചയാണ് നമ്മൾ പിന്നെ നവോത്ഥാന കാലമായി കണ്ടത്. അതവിടെ കണ്ടത്. അപ്പോ where is Constantinople? It is landed. It is a land between the Mediterranean Sea and Black Sea. It was on Bosphorus. അതൊരു കടലിടുക്കിന്റെ പേരാണ്. അവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം. That Constantinople was once conquered by Constantine, a Roman empire. ഒരു കാലഘട്ടത്തിൽ റോമാ സാമ്രാട്ടായിരുന്ന കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ആൾ ആ പ്രദേശത്തിനെ പിടിച്ചെടുത്തു. പക്ഷെ അതുവരെ ആ സ്ഥലത്തിന്റെ പേര് ബൈസാന്റിയം എന്നായിരുന്നു. അപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഫസ്റ്റ് പേര് ബൈസാന്റിയം എന്നാണ്. ആ ബൈസാന്റിയത്തിനെയാണ് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന രാജാവ് പിടിച്ചെടുത്തത്. അദ്ദേഹത്തിന്റെ പേരിന് സാമ്യമായി അതിനെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നാമകരണം ചെയ്തു. അപ്പോ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആദ്യത്തെ പേരെന്താണ്? ബൈസാന്റിയം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബോസ്ഫോറസിൽ. അതെവിടെയാണ്? മെഡിറ്ററേനിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബോസ്ഫോറസിലാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചെടുത്ത റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. അദ്ദേഹത്തിന്റെ പേരിന് ഓർമ്മയ്ക്കായി അദ്ദേഹം ആ സ്ഥലത്തിന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് നൽകി. ആ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇന്നത്തെ പേര് ഇസ്താംബുൾ എന്നാണ്. ഇസ്താംബുൾ. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇന്നത്തെ പേര് ഇസ്താംബുൾ എന്നാണ്. നമ്മൾ എന്താണെന്ന് പഠിച്ചത്? പീരിയഡൈസേഷൻ പഠിച്ചു. 3 കാലഘട്ടങ്ങളായി തിരിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് റോമൻ എംപയറിന്റെ ഡിവിഷനാണ് പഠിച്ചത്. അതിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപിറ്റലായി വന്ന ഈസ്റ്റേൺ റോമൻ എംപയറിനെയാണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചുള്ള വിശകലനമാണ് നടത്തിയത്. ആ ഈസ്റ്റേൺ റോമൻ എംപയറിൽ ഉള്ള ഭരണത്തെ കുറിച്ചാണ് നമുക്ക് തൊട്ടടുത്ത് പറയേണ്ടത്. ഈസ്റ്റേൺ റോമൻ എംപയറിൽ പ്രധാനമായ ഭരണാധികാരി എന്ന് പറയുന്നത് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. ജസ്റ്റീനിയൻ ഫേമസ് ഉള്ള വെരി ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആണ്, ഭരണാധികാരിയാണ്. ആ ജസ്റ്റീനിയൻ ഈസ് വെൽ നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് കോഡ് ഓഫ് ലോ. Justinian is well known for his code of law. His greatest contribution was a code of law. Code of law എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച എന്ന വാക്കിനർത്ഥം. നിയമങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്, നിയമസംഹിത. അങ്ങനെ നിയമസംഹിത രൂപീകരിച്ച റോമൻ ചക്രവർത്തിയാണ് ജസ്റ്റീനിയൻ. ശരിക്കു പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ജസ്റ്റീനിയൻ അല്ല ആദ്യത്തെ നിയമസംഹിതയ്ക്ക് രൂപം കൊടുത്തത്. നിങ്ങളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. മെസപ്പൊട്ടേമിയക്കടുത്തുള്ള സുമേറിയ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ആ രാജ്യം ഭരിച്ചിരുന്ന ഹമ്മുറാബിയാണ് ലോകത്താദ്യമായി ഒരു നിയമസംഹിതയ്ക്ക് രൂപം കൊടുത്തത്. ഹിസ് കോഡ് ഓഫ് ലോ ഈസ് നോൺ ആസ് ഐ ഫോർ ആൻ ഐ, ടീത്ത് ഫോർ എ ടീത്ത് എന്നാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അതായത് ചെയ്യുന്ന തെറ്റിനു തക്കതായ ശിക്ഷകൾ നൽകിയിരുന്ന ഒരു കാലഘട്ടം. അത് രൂപീകരിച്ച ആ നിയമസംഹിതയുടെ പിതാവായി നമ്മൾ പറയുന്നത് ഹമ്മുറാബിയെയാണ്. പഴയ കാലത്തെ ആ മെസപ്പൊട്ടേമിയയുടെ ഇന്നത്തെ പേരെന്തെന്നറിയാം? മെസപ്പൊട്ടേമിയയുടെ ഇന്നത്തെ പേര് ഇറാഖ്. ഇറാഖിനെയാണ് നമ്മൾ മെസപ്പൊട്ടേമിയ എന്ന് വിളിച്ചിട്ടുള്ളത്. ആ ഇറാഖിൽ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം അത് ബിസിയിലാണ്, ക്രിസ്തു വർഷത്തിന് മുൻപാണ് ഹമ്മുറാബിയുടെ കാലഘട്ടം. റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തി, അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് കോഡ് ഓഫ് ലോ. ഒരു വലിയ യുദ്ധവീരനായി ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ ഒരാളാണ് ഈ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന. നമ്മുടെ പുസ്തകത്തിൽ ഒരു കൊട്ടേഷൻ ഉണ്ട്. വെൽഡുറാൻഡ് എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻ, അദ്ദേഹം പറയുന്നത് he is judiciously he is a warrior, but the people remember him as a
contributor of this code of law. രാജ്യം അല്ലെങ്കിൽ ജനത അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളെ ഒരുപക്ഷെ മറന്നുപോകും. അദ്ദേഹം നടത്തിയ യുദ്ധങ്ങൾ മറക്കാം. പക്ഷേ അദ്ദേഹം നൽകിയ ഈ നിയമസംഹിതയെ ഒരിക്കലും ജനം മറക്കില്ല എന്ന് പറയുന്ന ഭാഗം ഞാൻ പറഞ്ഞത്. ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തി ഒരു നല്ല ഭരണാധികാരി എന്നതിന് കാരണമായി പറയുന്നത് അദ്ദേഹം നൽകിയ നിയമസംഹിതയാണ്. ആ നിയമസംഹിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 ഐഡിയാസ്. ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ നിയമസംഹിതയ്ക്ക് രൂപം കൊടുക്കുന്നത്. ആശയങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീസണിംഗ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. റീസണിംഗ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. റീസണിംഗ് എന്ന് പറയുമ്പോൾ ഒരു തത്വമാണ്. തത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്ന്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കാര്യകാരണമായി നമുക്ക് അത് വിശ്വസിക്കാം. അതിനെയാണ് റീസണിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റിസ്, നീതിയുക്തമായ, ജനറോസിറ്റി, ഔദാര്യമായ, ഇതെല്ലാം ഈ നിയമത്തിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല നിയമസംഹിത രൂപീകരിച്ചയാളാണ് ഈ ജസ്റ്റീനിയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ കോഡ് ഓഫ് ലോ പിന്നീട് നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. നെപ്പോളിയനെ ജസ്റ്റീനിയനുമായി താരതമ്യം ചെയ്യുന്ന ഒരു ഭാഗം നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോ ജസ്റ്റീനിയന്റെ നിയമസംഹിതയെ പിൽക്കാലത്ത് നെപ്പോളിയൻ അത് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് അത്രയ്ക്ക് മഹത്തരമായ ഒന്നായിരുന്നു എന്നർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഹു വാസ് ജസ്റ്റീനിയൻ, വാട്ട് വാസ് ഹിസ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ. ജസ്റ്റീനിയൻ ആരായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന ഏതായിരുന്നു എന്നത്. ഇവിടെ ജസ്റ്റീനിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആഫ്റ്റർ ഹിം ദി ഈസ്റ്റേൺ റോമൻ എംപയർ began to decline and it was completely disappeared from the history. In 1453 that the Turks captured Constantinople. ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ തുർക്കികൾ പിടിച്ചെടുക്കുന്നതോടുകൂടി ഈ സാമ്രാജ്യത്തിന്റെ ചരിത്രം അവിടെ അവസാനിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആയിരുന്നു. റോമൻ എംപയർ ഡിവിഷനാണ്. Diocletian divided the Roman Empire into two. That is Eastern Roman Empire and Western Roman Empire. നമ്മളതിൽ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടത്. ഈസ്റ്റേൺ റോമൻ എംപയറിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിളും ഒന്ന് ജസ്റ്റീനിയനെ കുറിച്ചാണ്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ടെക്സ്റ്റ് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കണം. ഞാൻ ആ ടെക്സ്റ്റിന്റെ ആദ്യം മുതൽ ഇങ്ങനെ സെന്റൻസ് ബൈ അല്ല പറയും. ഇതിന്റെ പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിക്കാൻ സൗകര്യത്തിനായി പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം ടെക്സ്റ്റ് എടുത്ത് വായിക്കുക, മനസ്സിലാക്കും. രണ്ടാമത്തെ പാർട്ടായി നമുക്ക് പഠിക്കേണ്ടത് വെസ്റ്റേൺ റോമൻ എംപയറിനെ, പാശ്ചാത്യ റോമൻ സാമ്രാജ്യം. ഈ വെസ്റ്റേൺ റോമൻ എംപയറിനെ പുസ്തകത്തിൽ ഹോളി റോമൻ എംപയർ എന്ന് കൊടുത്തിട്ടുണ്ട്. വെസ്റ്റേൺ റോമൻ എംപയർ ഈസ് ആൾസോ നോൺ ആസ് ഹോളി റോമൻ എംപയർ. പരിശുദ്ധമായ റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു വാക്ക്. അതാണ് വെസ്റ്റേൺ റോമൻ എംപയറിന്റെ മറ്റൊരു പേര്. ഇതിൽ വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ഡയോക്ലീഷ്യന്റെ വിഭജനമുണ്ട്. അതിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ ആ സാമ്രാജ്യത്തിന് നേരിടേണ്ടതായിരുന്നു. അപ്പൊ കണ്ടിന്യൂസ്ലി ദ ജർമാനിക് ട്രൈബ്സ് ഇൻവേർഡ് ദിസ് വെസ്റ്റേൺ റോമൻ എംപയർ. ആ സാമ്രാജ്യത്തിനെ തുടർച്ചയായി ഒരു പ്രത്യേകമായ ഒരു വർഗം ഈ രാജ്യത്തിനെ ആക്രമിച്ചുകൊണ്ടേ. ജർമാനിക് ട്രൈബ്സ് എന്ന് പറയുമ്പോൾ ജർമ്മനിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നാടോടികൾ, നൊമാഡിക് ട്രൈബ്സ്.
ആ നൊമാഡിക് ട്രൈബ്സിന്റെ ആക്രമണത്തിൽ ഈ സാമ്രാജ്യം തകരും. തുടർന്ന് ഫ്രാങ്കിഷ് എംപയർ അവിടെ സ്ഥാപിതമാകും. ഫ്രാൻസ് FRANKS, നോട്ട് ഫ്രാൻസ്. ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു വർഗം, they were the nomadic tribes. They invaded this Western Roman Empire and they established a new empire that was Frankish Empire. ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ഒരു വർഗം പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നതായും ആ സാമ്രാജ്യത്തിൽ അവർ ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിച്ചു. അതിനെയാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ വെസ്റ്റേൺ റോമൻ എംപയർ തീർന്നു. ആ വെസ്റ്റേൺ റോമൻ എംപയറിൽ തൊട്ടടുത്ത് ഫ്രാങ്കുകൾ സ്ഥാപിച്ച ഒരു സാമ്രാജ്യമാണ് വെസ്റ്റേൺ റോമൻ എംപയറിന്റെ പുതിയ പേരായിരുന്ന ഹോളി റോമൻ എംപയർ. അതെങ്ങനെ ആ പേര് കിട്ടിയെന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഷാലമീൻ. Charlemagne was the greatest ruler of this Frankish empire. He was a greatest conqueror and administrator. ഒരു നല്ല ഭരണാധികാരിയാണ്, അതുപോലെ തന്നെ ഒരു ആക്രമണകാരിയുമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. He is once saved Pope Leo III. He is the spiritual head of the Catholics in ഇറ്റലിയിലെ ആ കാലഘട്ടത്തിലെ കത്തോലിക്ക വിഭാഗത്തിന്റെ ആത്മീയ ഗുരുവായിരുന്നു പോപ്പ് ലിയോ III. അദ്ദേഹത്തിനെ മറ്റ് പല ആക്രമണങ്ങളിൽ നിന്നും രക്ഷിച്ചെടുത്ത ഒരാളാണ് ഈ ഷാലമീൻ എന്ന് പറയുന്ന ചക്രവർത്തി. Thus, this Leo III crowned him the Holy Roman Emperor. ഈ ഷാലമീനെ ലിയോ III എന്ന് പറയുന്ന ആ പോപ്പാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് നൽകിയത്. അതാണ് ഹോളി റോമൻ എംപറർ എന്ന് ആകുന്നു. Thus, Charlemagne was called the Holy Roman Emperor. Thus, this empire got the name Holy Roman Empire. പശ്ചിമ റോമ സാമ്രാജ്യത്തിന് ഹോളി റോമൻ എംപയർ എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. And he appoints some officials. They were called counts. Counts എന്ന് പറയുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ രാജ്യത്തിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി നിയമിച്ചിരുന്നു. അഡ്മിനിസ്ട്രേഷൻ എളുപ്പമാകുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. And also he appointed Vici Dominis, a secret agent. ഒരു രഹസ്യ ഏജൻസി ഭരണ സൗകര്യത്തിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നതാണ്. റിലീഫ് ഫണ്ട്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ അദ്ദേഹം അവിടെ സ്ഥാപിക്കണം. ഡ്യൂറിംഗ് ഹിസ് ടൈം an intellectual awakening that happened in Western Roman Empire. Thus it was called the Carolingian Renaissance. കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിൽപ്പെട്ടയാളാണ് ഈ ഷാലമീൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ ഈ വികസനത്തെ, ഈ നവോന്മേഷത്തെ, ഈ നവോത്ഥാനത്തെ വിളിച്ച പേരാണ് കരോലിഞ്ചിയൻ റെനൈസൻസ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അതിൽ പ്രധാനമായി ഞാൻ പറയുന്നത്, ഒന്ന്, വാട്ട് ഈസ് പീരിയഡൈസേഷൻ? എന്താണ് കാലഘട്ടം? പീരിയഡൈസേഷനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ദ കോൺസ്റ്റാന്റിനോപ്പിൾ, അതിന്റെ പ്രാധാന്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതിനെ ഒന്ന് കണ്ടെത്തുക. മറ്റൊന്ന്, ഡിവിഷൻ ഓഫ് റോമൻ എംപയർ, ഏതൊക്കെ തരത്തിലാണ് റോമ സാമ്രാജ്യത്തെ തരംതിരിച്ചത്. മറ്റൊന്ന്, ജസ്റ്റീനിയൻ, ഹു വാസ് ജസ്റ്റീനിയൻ, അദ്ദേഹത്തിന്റെ ഭരണ രീതിയെ കുറിച്ച് ഒന്ന് എഴുതുക. മറ്റൊന്ന് ഷാലമീനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാണ്. We can meet at the next class.